നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി മുങ്ങി. ഭാവി മുഖ്യമന്ത്രിയായിട്ട് വരേണ്ട യുവരാജാവും മുങ്ങി. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ സ്പോൺസർ ആരാണെന്ന് പറയേണ്ടതില്ലെന്നാണ് നമ്മുടെ കൺവീനർ ഇ.പി. ജയരാജൻ പറയുന്നത്. മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം അല്പം പരുഷമായിട്ടാണ് സംസാരിച്ചത്. നിങ്ങളല്ലല്ലോ ചെലവ് വഹിക്കുന്നത്, ഈ നിങ്ങളല്ലല്ലോ ചെലവ് വഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് നിന്ന് ഓച്ചാനിച്ച് നിന്ന കുറേ മാധ്യമപ്രവർത്തകരെ പറഞ്ഞാൽ മതിയല്ലോ. നമ്മുടെ നികുതിപ്പണം എടുത്താണ് ഈ കുടുംബം മുഴുവൻ സ്വകാര്യ യാത്രയ്ക്കൊക്കെ പോയിരിക്കുന്നത്. അത് മാറ്റമില്ലാത്ത കാര്യം തന്നെയാണ്. അത് ചോദിക്കാനുള്ള തൻ്റെ ഇടം, നട്ടലിനുറപ്പ് ഈ മാപ്രകൾക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ്. മാധ്യമങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അവരുടെ കഴിവുകേടാണെന്നാണ് ജയരാജൻ പറഞ്ഞത്. പാർട്ടി അറിഞ്ഞാണ് യാത്ര. പാർട്ടി അറിഞ്ഞാലും അല്ലെങ്കിലും ഇത് പാർട്ടിയുടെ ആളല്ല പിണറായി വിജയൻ. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. രാവിലെ 10 മണി മുതൽ 5 മണി വരെ ജോലി ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ല. 24 മണിക്കൂറും 365 ദിവസവും കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട ഒരാളാണ് മുഖ്യമന്ത്രി. അതിപ്പോൾ പിണറായി വിജയനായാലും വി.എസ്. അച്യുതാനന്ദനായാലും ഇനി എം.വി. ഗോവിന്ദനായാലും ഇനി മുഹമ്മദ് റിയാസ് ആയാലും ഇനി ഇ.പി. ജയരാജനായാൽ പോലും അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം മുഖ്യമന്ത്രിയാണ്. ഔദ്യോഗിക ചുമതല മറ്റൊരാളെ ഏൽപ്പിക്കുന്ന പതിവില്ലാന്ന്. അത് ഈ CPM വന്നതിന് ശേഷമാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്. അതും 2 ആഴ്ചയിലേറെയായി ഇല്ലാതിരിക്കുമ്പോൾ ഔദ്യോഗിക ചുമതല മറ്റൊരാളെ ഏൽപ്പിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ അത് ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവിടെ കണ്ണൂരിലെ ശശിയൊക്കെയാണല്ലോ ഇരുന്ന് നിയന്ത്രിക്കുന്നത്. വാസവനുണ്ട്, സജി ചെറിയാനുണ്ട്, പിന്നെ ആര് വേണം? ആരൊക്കെ ഏതിടങ്ങളിൽ പ്രചാരണത്തിന് പോകണമെന്ന് തീരുമാനിക്കുന്നതും പാർട്ടിയാണ്. ഇത് അങ്ങനെ ഒരു മറുപടി അദ്ദേഹത്തിൽ നിന്നുണ്ടായി. മാധ്യമപ്രവർത്തകർ ചോദിച്ചു കാണും, ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. ഈ സമയത്താണ് പിണറായി വിജയൻ വിദേശയാത്ര നടത്തിയിരിക്കുന്നത്. ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്ന് വിചാരിച്ച് ജൂൺ ആദ്യം വരെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പാണ്. 3ാം ഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല സംസ്ഥാനങ്ങളിലും പ്രചാരണത്തിന് പോകേണ്ട ആളാണ്. ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരേണ്ടതിലെ ഒരു കക്ഷിയാണ് ഈ ഇടതുപക്ഷം. ഇടതുപക്ഷമായ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഒലത്തുന്നുണ്ടായിരുന്നല്ലോ. അതൊക്കെ എവിടെ പോയി ഇപ്പോൾ? തമിഴ്നാട്ടിലേക്ക് പിണറായി വിജയൻ ചെല്ലണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കാല് കുത്തിക്കഴിഞ്ഞാൽ അവിടം അന്തഛിദ്രം ഉണ്ടാകുമെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തമിഴ്നാട്ടുകാർ പറഞ്ഞു അങ്ങോട്ടേക്ക് ചെല്ലണ്ട എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ യാത്രയെക്കുറിച്ച് എന്തിനാണ് വിവാദം ഉണ്ടാക്കുന്നതെന്നാണ് ജയരാജൻ ചോദിക്കുന്നത്. ജയരാജൻ പിന്നെ എന്താണ് ചോദിക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പ്രകാശ് ജാവദേക്കർ കയറി ഇദ്ദേഹം ഡൽഹിയിൽ പോയി BJPയുമായിട്ട് ചർച്ച നടത്തുന്നു. ഇതിനെക്കുറിച്ചൊന്നും ആരും ചോദിക്കണ്ട. ഇതൊക്കെ നിയമലംഘനമാണോ ചട്ടലംഘനമാണോ എന്നൊക്കെ ചോദിച്ചാലും ഇതൊന്നും നടത്തിയിട്ടില്ല എന്നേ പറയുള്ളൂ. യാത്രയെക്കുറിച്ച് പാർട്ടി അറിഞ്ഞിരുന്നെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോട് സംസാരിച്ചു. ഞങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ എന്തിനാ തീരുമാനിക്കുന്നതെന്നാണ് ഇ.പി. ജയരാജൻ ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചപ്പോഴേ ഈ മാപ്രകൾക്ക് മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം കേട്ട് ഓച്ചാനിച്ച് നിന്ന് അതെല്ലാം പകർത്തിക്കൊണ്ടിങ്ങി പോരുന്ന പതിവാണ് ഇവർക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ നട്ടൽ എത്രത്തോളം വളയ്ക്കാമെന്നുള്ളതിൻ്റെ തെളിവാണ് പലപ്പോഴും കാണിച്ചിട്ടുള്ളത്. ഈ ഇ.പി. ജയരാജൻ്റെ മുന്നിൽ നട്ടൽ വളച്ച് നിൽക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തായാലും ഈ മുഖ്യമന്ത്രിയുടെ ഈ യാത്ര എന്ന് പറയുന്നത് ഒരു അസ്ഥാനത്താണ്. ഇതിനകത്ത് വളരെയധികം നിഗൂഢതകൾ നിൽക്കുന്നുണ്ട്. പാർട്ടി അറിഞ്ഞുകൊണ്ടുള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് അടിവരയിടേണ്ടിയിരിക്കുന്നു. ഇത് മുഖ്യമന്ത്രിയും കുടുംബവും അതിനോടൊപ്പം തന്നെ മരുമകനും മകളും ഒക്കെ കൂടിയുള്ള വിദേശയാത്രയാണ്. കാരണം ജൂൺ 4-ാം തീയതി കഴിയുമ്പോൾ ഇവിടുത്തെ നടക്കുന്ന പല കേസുകളുടെയും കാര്യത്തിനകത്തും പിടിമുറുകും. ED ഒന്നുകൂടെ പിടിമുറുക്കാനുള്ള സാധ്യതയുമാണ് തെളിയുന്നത്. ഇതൊക്കെ കണ്ട് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടി തന്നെയാണ് പോയിരിക്കുന്നത്. സിംഗപ്പൂരിലും ഉണ്ട് യാത്രയുടെ ഒരു ഭാഗം ചെലവഴിക്കുന്നുണ്ട്.
സിംഗപ്പൂരിൽ പണ്ട് പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ കിടന്ന് കറങ്ങിയിട്ടുള്ളതാണ് ധാരാളം. അവിടെ പല ബിസിനസ് ഏർപ്പാടുകളും പിണറായി വിജയൻ ഉണ്ടെന്നുള്ളതാണ്. എന്തായാലും ഒളിത്താവളത്തിൽ തന്നെയാണ് ഇപ്പോൾ വിദേശത്ത്. അതിനേതായാലും ഇ പി ജയരാജനെ പോലുള്ളവരുടെ ഒരു വലിയ പിന്തുണയാണോ, ഇ പി ജയരാജൻ അല്പം പരുഷതമായ രീതിയിൽ ദേഷ്യവുമുണ്ട് മുഖ്യൻ ഇങ്ങനെ പോയതിൽ. എന്തായാലും ഇ പി വെല്ലുവിളിക്കാൻ തയ്യാറാകത്തില്ല. കാരണം വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്ന് മയക്കി മെരുക്കി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അവിടെ ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഉണ്ടാകും.